ഇത് ക്ലീറ്റോ ചേട്ടൻ. ഏട്ടാ ഏട്ടാ അമ്മേ ഇങ്ങോട്ട് വന്നേ. നാത്തൂനെ നാത്തൂനെ താരം വന്നേക്കണേ നോക്ക്. ക്ലീറ്റോ ഇതെവിടെയായിരുന്നു? അമ്മേ ഞാൻ അമ്മേരെ അന്ന് മീറ്റിങ്ങിന് വേണ്ടി എടുത്തുകൊണ്ട് വിളക്കാം തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരാൻ ഇച്ചിരി വൈകിപ്പോയി, അതിന് ക്ഷമിക്കണം. അതിന് സാരമില്ല. ക്ലീറ്റോ എന്നോട് ക്ഷമിക്ക് ക്ലീറ്റോ. വേണ്ട, ഞാൻ എന്താണ്ടൊക്കെ പറഞ്ഞു. ചുമ്മാക്ക്. സാരമില്ല. ഇതിപ്പോ എവിടെ നിന്ന് കൊണ്ടത്? ഞാനിതൊരു ആക്രിക്കാരന് മറിച്ച് വിറ്റു. അയാൾക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ട് തിരിച്ച് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എഴുതി കേട്ടെ. അങ്ങനെ ഇരിക്കണ്ട, നീ യഥാർത്ഥ കാര്യം പറയാ. ക്ലീറ്റസ് കള്ളനാണല്ലോ, കള്ളൻ. എല്ലാവരുടെ മുമ്പിൽ കള്ളൻ ക്ലീറ്റസ്. ആക്രിക്കാരൻ്റെ മേടിക്കാൻ ഒരാഴ്ച എന്തിന്? നീ യഥാർത്ഥ കാര്യം എന്താണെന്ന് പറയാ. നീ എല്ലാം എടുത്തത് ഞങ്ങൾ അറിഞ്ഞു. നീ മോഷ്ടിച്ചുകൊണ്ടതും അല്ല, നീ ആക്രിക്കാരൻ കൊടുത്തല്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇനി കാര്യം പറയാം. പറ മോനെ. അന്ന് വിളക്ക് കാണാതെ പോയപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ആ അന്ന് രാത്രി ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. വെറുതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ നേതാവില്ലേ അന്ന് വന്ന യശ്വന്ത് സഹായി, അയാൾ ഫേസ്ബുക്കിനകത്തൊരു ഫോട്ടോ ഇട്ടിരുന്നു. ആ ഫോട്ടോയിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ വിളക്കിരിക്കുന്ന അയാളുടെ വീട്ടിൽ ബാക്കിൽ. ഡൽഹിയില്ല. ഓ, അയാൾക്ക് ഈ ചില സാധനങ്ങളോട് ഇഷ്ടം തോന്നിയാ അയാൾ അത് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു അസുഖമുണ്ട് അയാൾക്ക്. ആ, പിന്നെ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ ഡൽഹിക്ക് വിട്ടു രാത്രി. എൻ്റെ മോൻ എന്താ കഷ്ടപ്പെട്ട് കാണും. എന്തായാലും കിട്ടിയല്ലേ, അത് മതി. ഇവിടെ പരിപാടി നടന്ന സമയത്ത് ആ യശ്വന്ത് സഹായം അയാളുടെ വേറൊരു സഹായം കൂടി ഈ വിളക്ക് അടിച്ചുകൊണ്ട് പോയി. ഒരു ഭയങ്കരമായി പോയി. അയ്യോ, സോറി. പൊന്നു തമ്പുരാൻ തന്ന വിളക്കല്ലയോ, അത് അങ്ങനെയൊന്നും കാണാതെ പോകത്തില്ലടാ. സത്യമുള്ള വിളക്കാ. ഞാൻ ഈ വിളക്കൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെ മിക്ക അത്രയും തരം തരുന്ന പരിപാടി ഞാൻ കാണിക്കും അമ്മ. ഒരിക്കലും ഇല്ല. പിന്നെ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ ഞാൻ നാട് വിട്ട് പോകാൻ പോയതാ. ദയവായിട്ടാണ് ആ ഫോട്ടോ കാണിച്ചു തന്നെ. അങ്ങനെ നാടിട്ട് പോടെ, എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ അങ്ങ് നാടിട്ട് പോടെ. എന്തായാലും ആദ്യമായിട്ടല്ല, അല്ല നമ്മുടെ ഭാഗത്താ മിസ്റ്റേക്ക്. എടി, ആദ്യമായിട്ട് എൻ്റെ ആളെയും മനസ്സ് തുറന്ന് പറഞ്ഞ് വിശ്വസിക്കാം. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. അതിന് ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു. എൻ്റെ ആളെയും വന്നല്ലോ, വലിയ സന്തോഷം. നീ ഒരു 101 ഏത്ത ഇട്. ഇങ്ങനെ ഇട്ടാ മതിയാ? 1 2 വിഷമമില്ല. ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ല. നമ്മളൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഒരു വിളക്കിന്റെ എന്തിനാണ് അടി കൊടുക്കുന്നത് അല്ലേ?